ഇന്ന് ഞാനൊരു കടച്ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കടച്ചക്ക. ചക്ക പോലെ തന്നെ നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ ഈ കടച്ചക്കയ്ക്ക് ശീമച്ചക്ക എന്ന് ചില നാട്ടിൽ പറയും, ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളുടെ പറയുന്നത്. പിന്നെ കടച്ചക്ക നല്ലൊരു സോഴ്സാണ് കാർബോഹൈഡ്രേറ്റിന്റെ, അതുപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മിനറൽസ്, അതായത് പൊട്ടാസ്യം, സോഡിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതായത് കാലറി കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് വെച്ച് തോരനും പിന്നെ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഞാൻ വറുത്തരച്ചിട്ടുള്ള ഒരു പെരട്ട് പോലത്തെ ഒരു കറിയാണ്. ഗ്രേവി ഒന്നും അധികം ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ചിക്കൻ പെരട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കടച്ചക്കയുടെ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു കടച്ചക്ക എടുത്തിട്ട് അത് പകുതിയായിട്ട് മുറിച്ചു. ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ. അത് 4 പീസാക്കി. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ആ ഭാഗം അതും ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തു. കണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഇനിയും ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു. അതായത് ഒരു 2 പ്രാവശ്യം 3 എങ്കിലും കഴുകിയെടുക്കണം. ഞാനിവിടെ ഒരു 2 പ്രാവശ്യം ഇത് വെള്ളം മാറ്റി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് വയ്ക്കണം. ഇനി ഇവിടെ ഒരു മൺചട്ടി എടുത്തു. അതിലേക്ക് ഈ കടച്ചക്ക കഷ്ണങ്ങളെല്ലാം മാറ്റി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടി സമമാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വെള്ളം മതി. കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചോളും. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരടപ്പ് വെച്ച് ഒന്ന് മൂടി വെക്കണം. എന്നിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മൂടി തുറന്ന്, ഞാൻ നേരത്തെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ വിട്ടുപോയി, എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 പച്ചമുളക് കൂടി ഇതിലേക്ക് കീറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കടച്ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. കടച്ചക്ക വെന്തതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി അരപ്പ് തയ്യാറാക്കണം. അതിനൊരു ചീനച്ചട്ടി എടുത്തിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. ഒപ്പം ഒരു 10 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, ഉള്ളിയും ഈ തേങ്ങയും കൂടെ വറുത്തരയ്ക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊരു 1/2 ടീസ്പൂൺ കഷ്ടി ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം.
തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നല്ലപോലെ ചൂടാറി. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ടൊന്ന് അരച്ചെടുത്തു. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ അരയും വേണം. എന്നിട്ട് ഇതിലേക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അടുത്തായിട്ട് ഇതിലേക്ക് കടു വറുത്തിടണം. ഉള്ളി മൂപ്പിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട്. അപ്പോൾ ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കടുകിട്ടു. ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ഒരു 3 വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് ഒന്ന് നല്ല പോലെ ഇളക്കി അത് എല്ലാം മൂത്ത് യോജിച്ച് കഴിയുമ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ചാൽ മതി ഒരു 2 മിനിറ്റ് നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഒട്ടും ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാർ വേണമെങ്കിൽ കഴുകി ഒഴിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ ചിക്കൻ പെരട്ടെന്ന് പറയുന്ന പോലെ ഇത് കടച്ചക്ക പെരട്ടാണ്. കടച്ചക്കക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.